തോളുവേദന കാരണം ഇതേപോലെ മുകളിൽ നിന്നൊരു സാധനം എടുക്കാൻ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ? ഇതേപോലെ മുടി ചെയ്യാൻ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ? ഇതേപോലെ ഷർട്ട് ഇടാനും ഊരാനും ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ കംപ്ലീറ്റ്ലി നിങ്ങൾക്കുള്ളതാണ്. വാ. നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ നമ്മുടെ ഷോൾഡർ ജോയിന്റിന്റെ ഏരിയയിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് വരുന്നതാണ്. ഷോൾഡർ ജോയിന്റ് എന്നുള്ളത് വലിയൊരു ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ ഷോൾഡർ പെയിൻ വരാനായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ട്. ലൈക്ക് റൊട്ടേറ്റർ കഫ് മസിൽസിന് ഇഞ്ചുറി സംഭവിക്കുക, ആ മസിൽസിന് ബലം കുറയുക, ഇവിടെയുള്ള ട്രപ്പീസിയസ് എന്ന മസിൽസിന് ടൈറ്റ്നസ് അല്ലെങ്കിൽ വീക്ക്നെസ് സംഭവിക്കുക, നമ്മുടെ ചെസ്റ്റിന്റെ ഏരിയയിലുള്ള പെക്ടറാലിസ് മസിൽസിന് ടൈറ്റ്നസ് അല്ലെങ്കിൽ വീക്ക്നെസ് സംഭവിച്ചാലൊക്കെ നമുക്ക് ഷോൾഡർ പെയിൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ പറഞ്ഞ കാരണങ്ങളിൽ ഒന്നായ റൊട്ടേറ്റർ കഫ് മസിൽസ് ഇഞ്ചുറിയെ കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത്. കുറേ സമയമായി റൊട്ടേറ്റർ കഫ് എന്ന് പറയുന്നത്. എന്താണ് ഈ സാധനം അല്ലേ? നോക്കാം. റൊട്ടേറ്റർ കഫ് മസിൽസ് എന്ന് പറയുന്നത് നമ്മുടെ ഷോൾഡർ ജോയിന്റിന്റെ ചുറ്റുമുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് മസിൽസിനെയാണ്. ഏതൊക്കെയാണ് ആ മസിൽസ്? സുപ്രാസ്പൈനേറ്റസ്, ഇൻഫ്രാസ്പൈനേറ്റസ്, ടെറിസ് മൈനർ, സബ്സ്കാപ്പുലാരിസ്. ഷോൾഡർ ജോയിന്റ് എന്ന് പറയുന്നത് ഒരു ബോൾ ഒരു സോക്കറ്റിൽ ഫിക്സ് ആക്കി വെച്ചിരിക്കുന്നതിനെയാണ്. ഈ ബോളും സോക്കറ്റും ചുമ്മാ അങ്ങോട്ട് ഫിക്സ് ആയിരിക്കില്ല. അതിനെ അങ്ങനെ ഫിക്സ് ആക്കി വെക്കുന്നത് ഈ റൊട്ടേറ്റർ കഫ് മസിൽസ് ആണ്. സോ റൊട്ടേറ്റർ കഫ് മസിൽസിന് എന്ത് സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിലും ഷോൾഡറിന് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. ഇനി ഇതിനെന്തെങ്കിലും സംഭവിച്ചാൽ നമുക്കുണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഞാൻ ആദ്യം പറഞ്ഞിരുന്നല്ലോ 3 കാരണങ്ങൾ. കൈ പൊക്കാൻ ബുദ്ധിമുട്ട്, മുടി ചെയ്യാൻ ബുദ്ധിമുട്ട്, ഷർട്ട് ഇടാൻ ബുദ്ധിമുട്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഷോൾഡറിന് നല്ല പെയിൻ ഉണ്ടാവും, ഉറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാവും, നമ്മുടെ കയ്യിന് ബലക്കുറവ് അനുഭവപ്പെടാൻ തുടങ്ങുന്നതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. ഈ മസിൽസിൻ്റെ ടെൻഡൻസിന് വരുന്ന വിയർ ആൻഡ് ടിയർ, തുടർച്ചയായിട്ടുള്ള തലക്ക് മുകളിലേക്കുള്ള ആക്ടിവിറ്റീസ്, ദീർഘസമയം ഒരു മത്സരത്തിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഹെവി ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത്, അതേപോലെ ഒരു ആക്സിഡൻറ്റ് പറ്റുന്ന സമയത്ത് നമ്മുടെ ഷോൾഡർ എവിടെയെങ്കിലുമൊക്കെ ഇടിക്കുകയാണ് എന്നുണ്ടെങ്കിലൊക്കെ നമ്മുടെ ഈ മസിൽസിന് ഇഞ്ചുറി വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി ഇത് ആർക്കൊക്കെയാണ് വരാൻ സാധ്യത കൂടുതൽ? കാർപ്പൻറ്റേഴ്സ്, അതായത് മരപ്പണിക്കാർ, പെയിൻറ്റിങ്ങിന് പോകുന്നവർ, അതേപോലെ ടെന്നീസ് കളിക്കുന്നവർ, പിന്നെ പുവർ പോസ്ചറിലുള്ള ആളുകൾക്കൊക്കെ ഇത്തരത്തിലുള്ള കണ്ടീഷന് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി ഇതിന് സർജറിയോ ഇഞ്ചക്ഷനോ മരുന്നോ ഇല്ലാതെ ചികിത്സയുണ്ടോ? യെസ്, ഉണ്ട്. ഇതൊന്നും കൂടാതെ തന്നെ നമുക്ക് ഫിസിയോതെറാപ്പിയിലൂടെ ഇത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ കഴിയും. അതിന് ആദ്യം പ്രോപ്പറായിട്ട് ഡയഗ്നോസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു ഷോൾഡർ കണ്ടീഷന് ട്രീറ്റ്മെൻറ്റ് വേറെയാണ്. അതേപോലെ തന്നെ ഇതേ ലക്ഷണങ്ങളുള്ള വേറെ ഷോൾഡർ കണ്ടീഷൻസിന് വേറെ ട്രീറ്റ്മെൻറ്റ് മെത്തേഡുകളാണ്. അപ്പോൾ എല്ലാ ഷോൾഡർ കണ്ടീഷൻസിനും നമ്മൾ ഒരേ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് കാര്യം ഉണ്ടാവണമെന്നില്ല. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ മസിൽസിന് ടിയർ സംഭവിക്കുന്ന സമയത്ത് ഈ ടിയറിൻ്റെ തിക്നെസ് അനുസരിച്ച് ഗ്രേഡുകളുണ്ട്. അപ്പോൾ ഫുൾ തിക്നെസ് ടിയർ ആണ് എന്നുണ്ടെങ്കിലൊക്കെ ഓർത്തോസ് അധികം സർജറിയാണ് ഓപ്റ്റ് ചെയ്യാറുള്ളത്. അങ്ങനെയുള്ള കേസുകളിൽ സർജറി കഴിഞ്ഞതിന് ശേഷം ഫിസിയോതെറാപ്പി ചെയ്യേണ്ടത് വളരെ നിർബന്ധമാണ് എന്നുള്ളത് മനസ്സിലാക്കുക.